കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് പതിവ് പോലെ ചൊവ്വാഴ്ച ഈ തിങ്കളാഴ്ച രാത്രിയിൽ കർത്തൃപാദാന്തികയെ കടന്നു വരുവാനും അവിടുത്തെ പാദവിടം ഇരുപ്പാനും തിരുവെഴുത്ത് നിവർത്ത് അത് ഗ്രഹിപ്പാനുമുള്ള ഭാഗ്യവും ദൈവകൃപകളും ദൈവം നമുക്ക് തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ മടികൂടാതെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ദൈവവചനത്തിന്റെ ചുറ്റാകെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ പ്രത്യേകാൽ എൻ്റെ സന്ധ്യാവന്ദനം ചൊല്ലുന്നു. പ്രേക്ഷകരായി നമ്മളെ ശ്രദ്ധിക്കുന്ന ഈ മാധ്യമത്തിലൂടെ ഈ തിരുവെഴുത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും ദൈവസഭയുടെ വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവപാദപിടം ഇരിക്കുകയും ദൈവവചന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുവെഴുത്ത് പഠിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മീയതയെ നിലനിർത്താൻ, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ, അത് ശ്രേഷ്ഠമാക്കാൻ, പ്രകാശരൂപമാക്കാൻ ഈ ഉലകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശക്തമായ മാധ്യമമാണ് ദൈവവചനം എന്നുള്ളത്. അത് നമ്മളെ ശാസിക്കും, നീകരണത്തിനും ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹീതരാക്കി നമ്മളെ നിർത്താൻ പര്യാപ്തമായ ഉലകത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മൾ കയ്യിലെടുത്തിരിക്കുന്ന തിരുവെഴുത്താണ്. അതിനെ അതിൻ്റെതായ തലങ്ങളിൽ അതിനെ ചിന്തിക്കുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും അറിയുകയും ചെയ്യുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹീതമാണ്. എല്ലാവരെയും ദൈവം അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവ നാമ മഹത്വത്തിനായി അനുഗ്രഹീത ഗാനങ്ങൾ ആലപിക്കുന്ന സംഘത്തിനും പ്രത്യേകാൽ നന്ദി ചൊല്ലുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥനിലായിരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. വേഗം നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ് ആധാരമാക്കി ചിന്തിക്കുന്നത്. ദീർഘ ദിവസങ്ങളിൽ ഈ വിഷയത്തെ ചിന്തിക്കത്തക്ക നിലയിൽ നിരവധി കാര്യങ്ങൾ ഈ കാര്യത്തിലുണ്ട് എന്നുള്ളത് സത്യവും യാഥാർത്ഥ്യമാണ്. പുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മീകമായ ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയും നമ്മളിത് കേൾക്കുക മാത്രമല്ല, ഇതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതമാണ്. എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രായോഗിക തലത്തിൽ വിജയകരമാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ചിന്താധ്വനികളെല്ലാം. അതുകൊണ്ട് ഇവിടെ യേശു പറയുന്ന കാര്യമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചിന്തിക്കാനും കാണാനും കേൾക്കാനും എല്ലാം വ്യാഖ്യാനങ്ങൾ കൂടാതെ മറ്റൊരു പാഠശാലയിൽ നിന്ന് ഉയർന്നു വരാത്ത സ്വർഗീയ തിരുവെഴുത്തുകളെയാണ് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിന് വലിയ പ്രാധാന്യമാകണം. ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു പാഠശാലയിലോ എഴുതി തിട്ടപ്പെടുത്തിയതല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ വലിയ കാര്യഗൗരവമായി നമ്മൾ ഇതിനെ പഠിക്കണം. ഇതിനെ ഏതെങ്കിലും ഒരു പഠിതാവോ പണ്ഡിതാവോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പാഠശാലയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കൈയെഴുത്ത് പ്രതിയല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ഉയരത്തിൽ നിന്ന് സാക്ഷാൽ ദൈവപുത്രനായി നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്ത യേശു ക്രിസ്തുവിന്റെ തിരുവായ് മൊഴിഞ്ഞുള്ള അരുളപ്പാടുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ
ഈ അരുളപ്പാടിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? യേശു പറയുന്നത് കേട്ടോ, ഞാനോ നിങ്ങളോട് പറഞ്ഞു. 22-ാം വാക്യം വായിച്ചേ, ഒന്ന് വായിച്ചേ. മത്തായി 5:22. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇവിടെ ആകയാൽ നമ്മളത് പഠിച്ച കാര്യമാണ്. നമ്മൾ നോക്കിക്കേ, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനല്ല. ഈ കോപത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് താഴെ കാണുന്ന സാധനങ്ങളെല്ലാം. നിസാര എന്ന് പറയുന്നത്, മൂട എന്ന് പറയുന്നതും, അങ്ങനെ പല നിലകളിൽ സഹോദരങ്ങളെ ഏഷണി വാക്കുകളൊക്കെ പറയുന്നതെല്ലാം ഈ കോപത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ്. ആ കോപം ഉണ്ടായതുകൊണ്ട് വന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. കോപം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് സാധാരണ ഈ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. കോപം നമ്മളിൽ അമിതമായി ആ ആ പ്രക്രിയ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളതൊക്കെ പറയുന്നത്. ചിലര് പല ലാംഗ്വേജ് അറിയാവുന്നവരാണെങ്കിൽ, മലയാളികളാണെങ്കിലും ചിലർ ഇംഗ്ലീഷ് അന്നേരം ശക്തമായിട്ട് പറയും. ഈ കോപം ഉണ്ടാകുന്ന ഉടനെയാണ് ചിലർ ഇംഗ്ലീഷ് പറയും, ചിലർ ഹിന്ദി പറയും, ചിലർ ഉറുദു പറയും. അങ്ങനെ അവർക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ അവർ ശക്തമായിട്ട് അങ്ങ് പ്രതികരിക്കും. അപ്പം ഇത് ഇവിടെ യേശു പറയാണ്, ഈ കോപം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ സഹോദരങ്ങളെ സഹോദരങ്ങളല്ലാത്ത നിലയിൽ നിസ്സാരമായി കാണുകയും മൂടാന്ന് പറയുകയും നിന്നെ കൊള്ളത്തില്ലെന്ന് പറയുകയും ഒക്കെ ചെയ്യാൻ ഉണ്ടാകുന്നത് കോപം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിന്നെ ഒരു കാരണവശാലും സഹോദരങ്ങളോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കോപിക്കാൻ പാടില്ലെന്നാ. ക്രിസ്തീയ ജീവിതം നമ്മൾ ചിട്ടയോടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതം നന്നായി പുലർത്തി നിത്യത എത്തുവോളം കളങ്കമില്ലാത്തവരായി കാണണമെന്നുണ്ടെങ്കിൽ, നിസ്സാരമായി നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിതമാകുന്ന ആ കോപം ജനിപ്പിക്കുന്ന അറ്റ്ലീസ്റ്റ് ആ ഹോർമോണിനെ എങ്കിലും കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ടും നമ്മെ കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അമ്പേ പരാജയമായിരിക്കും. സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. കോപിക്കരുതൊന്നും ദൈവം പറയുന്നില്ല. കോപം ഉണ്ടാകുന്നത് കുഴപ്പമില്ല. അതൊക്കെ നീതീകരിക്കപ്പെടുന്നതും ന്യായീകരിക്കപ്പെടുന്നതുമായ കോപങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തിരുവെഴുത്തിലുണ്ട്. അതിനെല്ലാം വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കോപം നമ്മളെ നരകത്തിൽ എത്തിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. കോപം ഭയങ്കര പ്രശ്നമുള്ള ഒന്നാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞിരിക്കുക, എഫീസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രകൃതിയാൽ നമ്മൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കൾ ആയിരുന്നു. ശ്രദ്ധിച്ചോണം. പ്രകൃതിയാൽ, നാച്ചുറായിട്ട് നമ്മൾ ജനിച്ചു വന്നതും വീണതും വളർന്നതും നമ്മൾ ജനിച്ചിടമെല്ലാം കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷേ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് നമ്മൾ രക്ഷിക്കപ്പെട്ടു. രക്ഷാനിർണയത്തിലേക്ക് നമ്മൾ വന്നു. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി മാറി. യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോ ഈ പ്രകൃതിയാൽ എനിക്കുണ്ടായിരുന്ന, സ്വാഭാവികമായി എൻ്റെ ശരീരത്തിലും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്ന ക്ഷിപ്രകോപങ്ങൾ, ആ കോപത്തിൻ്റെ ആ ശക്തിയെ എനിക്ക് അതിനെ പിടിച്ചടക്കാൻ കൃപയാൽ കഴിഞ്ഞു എന്ന് പ്രസ്താവിക്കാൻ കഴിയുന്ന ഒരു ഭക്തനെ ദൈവം അനുഗ്രഹിക്കാൻ ഇടയാകും. പ്രകൃതിയാൽ നമ്മൾ അങ്ങനെ ആയിരുന്നു. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. അത് നമ്മൾ കുഞ്ഞു പിള്ളേരെ നോക്കിയാൽ അറിയാം. പാവത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേരെ നമ്മൾ നോക്കിയാൽ മതി. അവർക്ക് വർത്താനം പറയാൻ അറിയത്തില്ലെങ്കിലും വിശന്നാൽ അവർക്ക് അരിശം വരും. അവർക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർക്ക് അരിശം വരും. അവര് ദേഷ്യം ഉണ്ടാകും. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരും. അവരുടെ മുഖമെല്ലാം, വെളുത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ മുഖമെല്ലാം ചുമക്കും, മൂക്കെല്ലാം ചുമക്കും.
എന്നിട്ട് അവരിങ്ങനെ കൈയും കാലും ഒക്കെ ചുരുട്ടി ഇടിക്കാവുന്നതിന്റെ മാക്സിമം നോക്കും. അവരിങ്ങനെ നമ്മൾ കാണിക്കുന്നില്ല, ഇവര് കൈയും കാലും ഒക്കെ ഇട്ട് പൊക്കി കരഞ്ഞ് നിലവിളിച്ച് മുഖമെല്ലാം ചുമന്ന് കൂവും. അവര് ഒന്നീ വിശന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഉദ്ദേശിച്ച കാര്യം അവർക്ക് കിട്ടാതെ വന്നപ്പോൾ അവരിലുണ്ടാകുന്ന ആ ഹോർമോണിന്റെ പ്രവർത്തനം അവരെ കോപത്തിലേക്ക് നയിക്കും. ആ കോപത്തിന്റെ പ്രകടനമാണതല്ല. ആ കോപത്തെ ശമിപ്പിക്കാൻ അവൻ എന്തുദ്ദേശിച്ചോ അതവന് ലഭിക്കുമ്പോൾ കോപം തീർന്നു, പിന്നെ അവൻ ചിരിയായി. നമ്മളിലുമൊക്കെ ഈ കോപം എന്ന് പറയുന്നത് എല്ലാം കോപമുണ്ട്, സങ്കടമുണ്ട്, ചിരിയുണ്ട്, അനുതാപങ്ങളുണ്ട്, ഏറ്റുപറച്ചിലുണ്ട്. ഇതെല്ലാം നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ചില മാർമിക കാര്യങ്ങളാണ്. ഇതൊക്കെ മാനുഷിക സഹജമാണ്. ഇതിനെയൊന്നും നമുക്ക് അപ്പാടെ തൂത്തു തുടച്ച് നിർവീര്യമാക്കി ഒന്നും ജീവിക്കാൻ ഈ ഉലകത്തിൽ നമുക്ക് ആർക്കും കഴിയത്തില്ല. പക്ഷേ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. കൃപയിൽ നിന്നിട്ടും പെന്തക്കോസി വന്നിട്ടും വചനം പഠിച്ചിട്ടും ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന, നമ്മുടെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന അതിനെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു സഭയെ എങ്ങനെ കൺട്രോൾ ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ആരെ എവിടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പറയത്തില്ല, അയ്യോ അവന്റെ കോപം എന്ന് പറഞ്ഞാൽ മൂക്കത്തായിരിക്കുന്നത്, അവൻ അത്ര ക്ഷിപ്രകോപിയാണ്, മുൻകോപിയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതിനെല്ലാം നമ്മളെ അടക്കി. സത്യത്തിൽ നമ്മൾ ചിലരെ കുറിച്ച് നമ്മൾ സാക്ഷ്യം പറയും, അയ്യോ ഭയങ്കര കോപിയായിരുന്നു, ഭയങ്കര ക്ഷിപ്രകോപിയായിരുന്നു, വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ആൾ ഇപ്പോൾ നോക്കിക്കേ ഒരു കുഞ്ഞോട് പോലെ ഭയങ്കര താഴ്മയുള്ള ആളായി, വലിയ വിനയത്വമുള്ള ആളായി എന്നൊക്കെ പറഞ്ഞ് നിരവധി പേരെ കാര്യം സാക്ഷ്യം പറയുന്നത് നമുക്ക് കേൾപ്പാൻ കഴിയും. അപ്പോൾ ആരടാന്ന് ചോദിച്ചാൽ എന്നടാ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ദൈവം തമ്പുരാൻ അങ്ങ് അവനെ ഒതുക്കി, അവൻ ഒതുങ്ങി. ആ ദൈവത്തിൻ്റെ കൈക്കീഴിൽ അവൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള ചില വിക്രിയകളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ അങ്ങനെ പ്രാപിക്കണം. എല്ലാവരും കോപികളാന്നല്ല പറയുന്നത്. നമ്മളിലും അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടണം, രക്ഷ പ്രാപിക്കണം, മാനസാന്തരപ്പെടണം. അതിനകത്ത് നമ്മൾ ഒരു മോചനം കണ്ടെത്തണം. നിന്റെ സഹോദരനോട് നീ കോപിക്കരുത്, അവനോട് നീ നിസ്സാര എന്ന് പറയരുത്, അവനെ നീ മൂട എന്ന് വിളിക്കരുത്, അവനെ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല, തരം താഴ്ത്താൻ പാടില്ല, താഴ്ത്തിക്കെട്ടാൻ പാടില്ല, മാറ്റി നിർത്താൻ പാടില്ല. യേശു പഠിപ്പിച്ചത് നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും നിന്റെ സഹോദരൻ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് നാം വിലമതിക്കുകയും ചെയ്യണം. ഇവിടെ വിവേചനം കൊണ്ടോ ഇവിടെ മറ്റ് ഒരു നിലയിലും നമ്മൾ ഒന്നിനാലും ആരെയും അളക്കാനോ വിധിക്കാനോ നമുക്ക് പാടില്ല എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലയിൽ നമ്മൾ ഇതിനെ പഠിച്ചു വരണം. അപ്പോ കോപം നമ്മളിൽ ഉണ്ടെങ്കിൽ, കോപം നമ്മൾ ജനിക്കുന്നെങ്കിൽ, യാക്കോബ് പറഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ തുടുകുറി പറഞ്ഞതാണ്, നിരവധി കാര്യങ്ങൾ ഓർപ്പിക്കാനുള്ളത് ഞാൻ വേഗം ഓടിച്ചു പോവുകയാണ്. യാക്കോബിന്റെ ലേഖനം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മളിൽ കോപം ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തിന്റെ നീതിയെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമരണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈമലർത്തി പ്രാർത്ഥിക്കുമ്പോ ഈ പ്രാർത്ഥന കഴിഞ്ഞേച്ച് ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത കോപം, നിന്നിൽ അടക്കാൻ കഴിയാത്ത കോപം നിന്നിൽ അത് വല്ലാത്ത നിലയിലേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിലും ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയില്ല. നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിലും ദൈവത്തിന്റെ നീതി നമ്മളിൽ നടപ്പാകാൻ സാധ്യതയില്ല.
പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഏറ്റവും ഭയങ്കര രസകരമായ, അല്ലെ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്, ആമേൻ, ദൈവത്തിന്റെ ദാസനായ മോശയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. മോശയുടെ ചരിത്രം പഠിക്കുമ്പോൾ മോശ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ജനനവും ദൈവത്തിന്റെ കരുതലും ദൈവം അദ്ദേഹത്തെ വളർത്തിയതും പഠിപ്പിച്ചതും ശ്രേഷ്ഠമാക്കിയതും ഒക്കെ നോക്കിയാൽ മോശ വളരെ സൗമ്യനാണെന്നൊക്കെയാണ് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷെ തൻ്റെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കിയാൽ, കൊട്ടാരത്തിൽ, മിസ്രൈമിയ കൊട്ടാരത്തിൽ താൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരുടെ ക്ഷേമം അറിയാൻ, അവരുടെ വേലയൊക്കെ ഒന്ന് നോക്കാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു എബ്രായനും മിസ്രൈമിനും തമ്മിൽ വഴക്കുണ്ടാകുന്നത് കണ്ടപ്പം അവന്റെ ചോര തിളച്ചു. അവന് ക്ഷിപ്രകോപമുണ്ടായി. ആ കോപത്തിൽ അവൻ പഠിച്ച അഭ്യാസ മുറകൾ അനുസരിച്ച് മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യാസങ്ങളും ശീലിച്ച ഒരാളാണ്. കൊട്ടാരത്തിൽ വളർന്ന ആളായതുകൊണ്ട് ആ നിലയിൽ അവന് അഭ്യാസം ലഭിച്ചിട്ടുണ്ട്. മാർമികവും കായികമായ പരിശീലനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വിദ്യാസമ്പന്നമായ പരിശീലനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടാവുന്ന എല്ലാ പരിശീലനങ്ങളും സിദ്ധിച്ചയാളാണ് മോശ. അതുകൊണ്ട് എന്തു പറ്റി? അവന് എബ്രായനുമായി മിസ്രൈമിൻ വഴക്കുണ്ടാകുന്ന കണ്ടപ്പോൾ ഒറ്റയടിക്ക് മിസ്രൈമിനെ കൊന്നെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഒറ്റയടിക്ക് അവൻ കൊന്നു. കൊന്നിട്ട് ആരെയും വിളിച്ചൊന്നുമില്ല, തന്നെ ഒറ്റയ്ക്ക് തന്നെ അവനെ ആ മണലിൽ മറവ് ചെയ്യുകയും ചെയ്തു. ഇത് എന്തിന്റെ പേരിലുണ്ടായതാണ്? അവനെ ബാധിക്കുന്ന വിഷയമല്ല, ഇത് അവന്റെ സഹോദര വർഗത്തെ ബാധിക്കുന്ന വിഷയമാണ്. അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് കയറി പിടിക്കുകയാണ്. അങ്ങനെ ആ കോപം അവനെ ഒരു വല്ലാത്ത നിലയിൽ എത്തിച്ചു. ഏത് നിലയിലാണ് ആ കോപം അവനെ എത്തിച്ചതെന്ന് അറിയാമോ? അവൻ കൊട്ടാരം വിടേണ്ടി വന്നു. നമ്മളതിനെ ഭക്തന്മാരെല്ലാം അതിനെ നല്ല നിലയിലാണ്, മറ്റുള്ളവർക്കൊന്നും ആ ചിന്തകൾ വരാത്ത നിലയിൽ, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും മിസ്രൈമിലുള്ള ആ നിക്ഷേപങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്നൊക്കെയാണ് നമ്മൾ വ്യാഖ്യാനങ്ങളിലൂടെ, അപ്പോൾ സ്ലീഹമാരിലൂടെ ആ തിരുവെഴുത്തുകളെ നമ്മളെ ശക്തമാക്കുന്നത്. പക്ഷേ മോശയ്ക്ക് കൊട്ടാരം വിടാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം അത് മോശയിലുണ്ടായ ക്ഷിപ്രമായ കോപമാണ്. ആ കോപത്തിൽ അടുത്ത ദിവസങ്ങളിലും സഹോദരങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ ഇതെല്ലാം നാട്ടിൽ പാട്ടായി. രാജാവ് അറിയും. പാട്ടാക്കിയത് വേറെ ആരുമല്ല, അവന്റെ സഹോദരങ്ങൾ തന്നെയാണ് ഇതെല്ലാം പാട്ടാക്കിയതും. പാട്ടാക്കി വലിയ കുറ്റകരമാണ്, കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്, അതിന് കടുത്ത ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളത് അവന് മനസ്സിലായി. ഭയന്നിട്ട് അവൻ ആ നാട് വിട്ടു. മോശ നാട് വിട്ട് വന്ന് നമ്മൾ പിന്നെ മോശയെ കാണുന്നത് ആടിനെ മേയ്ക്കുന്ന മോശയാണ്. അതായത് തൻ്റെ അമ്മായിയപ്പന്റെ ആടിനെ മേയ്ക്കുന്ന മോശ. ശ്രദ്ധിച്ചു നോക്കിയേ, 40 വർഷം ഈ മോശ അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ചു. സ്വന്തമായിട്ട് ഒറ്റ ഒരു ആട് പോലും ഈ 40 വർഷം കൊണ്ട് മോശയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ 40 വർഷവും മോശ ആട് മേയ്ക്കുന്ന ഒരു ആട്ടിടയനായിരുന്നു. മോശയുടെ ജീവിതത്തിന്റെ 3 40കളാണ്. ഒന്ന്, 40 വർഷം കൊട്ടാരത്തിൽ, 40 വർഷം മരുഭൂമിയിൽ അമ്മായിയപ്പന്റെ ആടിനെ മേയ്ക്കുന്നു, 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തുന്നു. അങ്ങനെ മോശയുടെ ആയുസ് 120. നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കിയേ. ആ കോപത്തിന്റെ പിന്നിൽ അമ്മായിയപ്പന്റെ ആടിനെ മേയ്ക്കും. അമ്മായിയപ്പൻ ആട്ടിടയന്മാരെ എല്ലാം നോക്കണം. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു, പക്ഷേ തനിക്ക് സ്വന്തമായി പറയാൻ തൻ്റെ അപ്പന്റെ ആടുകളെയാണ് മേയ്ക്കുന്നത്. ഇത് മോശ മേയ്ക്കുന്ന ആടെന്ന് പറഞ്ഞ അമ്മായിയപ്പന്റെ ആടിനെയാണ്. ഈ അമ്മായിയപ്പന്റെ ആടിനെ ഇത്രയും നാള് മേയിച്ചിട്ട് മോശയ്ക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞാട് പോലും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മോശയെ ദൈവം അവിടം തൊട്ട്
പല കാര്യങ്ങൾ പഠിപ്പിച്ച് 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 ആമേൻ മോശയെ ഒരു സൗമ്യതയുടെ, മോശയിലുള്ള ആ ആ ആ മുൻകോപങ്ങളും ക്ഷിപ്രകോപങ്ങളും ആ കായികവും ശാരീരികമായി ശീലിച്ചിട്ടുള്ള അഭ്യാസന മുറകളൊന്നും അടുത്ത നിമിഷത്തിൽ മനുഷ്യന്റെ മേൽ പ്രയോഗിക്കാതിരിക്കാനുള്ള എല്ലാ എല്ലാ പാഠഗുണങ്ങളും തമ്പുരാൻ ഈ 40 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു. മോശ അതിനെല്ലാം പക്വതയെത്തി എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ മോശ അതുവരെ കാണാത്ത ഒരു കാഴ്ച ഹോരേബിൽ മോശ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവപാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്നെയും നമ്മളെയും ചില ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും ആമേൻ നമുക്കൊന്നും ഒക്കാത്ത ഒരു നിലയിലൂടെ നമ്മളെ ഒരു പൊത്തുവരുത്ത അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകുന്നെങ്കിൽ ചില പ്രതിസന്ധികൾ ഒഴിയാബാധയായി നമ്മുടെ മേൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർത്തോണം. ആമേൻ, ഇവിടെയൊക്കെ ദൈവം നമുക്ക് കൂടെ ഉണ്ട്, കൂടെ ഇല്ലെന്നല്ല. ആ കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ശ്രേഷ്ഠമാണെന്നും എന്നെ നിത്യതയിലെത്തുവോളം പരിപാലിക്കാനുള്ള പരിപാലനത്തിന്റെ വരപ്രാപ്തി എന്നിൽ ഉണ്ടാകാൻ ദൈവം എന്നെ സംരക്ഷിക്കുന്നു എന്നുള്ള സ്വയബോധ്യതയിലൂടെ മാനസാന്തരപ്പെടാൻ നമുക്കൊരു കൃപയാണ് ദൈവം ഇതിലൂടെ നൽകുന്നത്. നമ്മളത് തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയത്തില്ല. അയ്യോ, ഞാൻ ഈ 40 കൊല്ലവും ആടിനെ മേയിച്ചുകൊണ്ട് നടന്നിട്ട് എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ ആമേൻ 2 മക്കളുണ്ടെങ്കിലും എൻ്റെ സ്വന്തം പേരിൽ എനിക്കൊരു ആടില്ലല്ലോ എന്നൊക്കെ ഉള്ള ആശങ്കയും ആദിയും ഒക്കെ കൊണ്ട് വല്ലാത്ത ഭാരങ്ങൾ തോന്നാൻ. ഇതുപോലെ തന്നെയാണ് അമ്മായിയപ്പൻ്റെ ആടിനെയാണ് യാക്കോബ് മേയിച്ചത്. യാക്കോബ് മേയിച്ചുകൊണ്ടിരുന്നത് അങ്കിളാണ്. അങ്കിള് പിന്നെ ആരായി? അമ്മായിയപ്പനായി. അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന യാക്കോബ് വിദഗ്ധനായിരുന്നു. അവൻ എല്ലാത്തിലും, അവൻ ബയോളജിയിലും ടെക്നോളജിയിലും തിയോളജിയിലും ഒക്കെ യാക്കോബ് ഭയങ്കര വിദഗ്ധനായിരുന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയാം അവനെങ്ങനെ ആടിനെ സമ്പാദിക്കണമെന്നുള്ളത് യാക്കോബിന് അറിയാമായിരുന്നു. അമ്മായിയപ്പനും അവനുമായിട്ടൊരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി വര ഇങ്ങനെയൊക്കെയുള്ള പല കളറിൽ ജനിക്കുന്ന ആടുകളെല്ലാം നിനക്കുള്ളതാന്ന് പറഞ്ഞു. അങ്ങനെ ആ കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ എങ്ങനെ പുള്ളിയും വരെയുള്ള ആട് ജനിക്കുമെന്നുള്ള കാര്യം യാക്കോബിന് ആടിനെ മേയിച്ചുള്ള ശീലം കൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ യാക്കോബ് ലാബാനെക്കാട്ടിലും അമ്മായിയപ്പനെക്കാട്ടിലും ധനവാനും സമ്പത്തുള്ളവനുമായി മാറിയപ്പോ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് ലാബാന്റെ മുഖം മാറി. ലാബാനേക്കാൾ, അതായത് അമ്മായിയപ്പനേക്കാൾ മരുമകൻ സമ്പന്നനായി എന്ന് കണ്ടപ്പോൾ അപ്പന്റെ മുഖഭാവം മാറി. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു, യാത്ര ചോദിക്കാതെ. ഇനി ഇവിടെ നിന്നാ ശരിയായി എന്നറിയാം. അങ്ങനെ ഒരു വടിയോടുകൂടെ കടന്നവൻ ഇപ്പൊ 2 പറ്റങ്ങളായി മാറി. ശരിക്ക് സമ്പത്തുള്ളവനായി മാറി. പക്ഷേ സൗമ്യനായ മോശ ഒരാടിനെ പോലും വക്രിക്കാനോ ഒരാടിനെ തൻ്റെ അവകാശമാക്കാനോ ആ 40 കൊല്ലവും താൻ പേര് കേട്ട അമ്മായിയപ്പന്റെ ആടിനെ മേയ്ക്കുന്നവനെന്ന പുസ്തകം സാക്ഷ്യപ്പെടുത്തിയത്. നമ്മളൊക്കെ സഭയെ വരുന്നത് തന്നെ, നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞത് തന്നെ 10 പുത്തൻ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയല്ലാതെ വേറൊരു ചിന്തയും നമുക്ക് വ്യാപരിക്കാറില്ല. അങ്ങനെ നിരവധി പേര് കൃപയെന്ന് വ്യതിചലിച്ചു പോവുകയാണ്. അങ്ങനെ നിരവധി പേര് ദൈവ സാന്നിധ്യത്തിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നിരവധി പേര് പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളിൽ അവരധിഷ്ഠിതരായി പോവുകയാണ്. മിസ്രയീമിലെ നിക്ഷേപങ്ങളെ അവർ വലിയ ധനമെന്നെണ്ണുകയാണ്. ഇങ്ങനെ കൃപയെന്ന് വ്യതിചലിക്കുന്ന നിരവധി ആൾക്കാര് പാർക്കുന്ന സമൂഹത്തിന്റെ നടുവിലാണ് കൃപ എന്ന് പറഞ്ഞ് കോപത്തെ അതിജീവിച്ചുകൊണ്ട് കൃപയിൽ ജീവിക്കാനുള്ള സമർപ്പണ ബോധ്യത്തോടെ ആത്മാവിൽ പ്രത്യാശയോടെ ഫെയ്ത്ത് സെന്ററിലും എന്നെ കേൾക്കുന്ന ദൈവജനത്തെയും ഞാൻ ശക്തമായി പ്രബോധിപ്പിക്കുന്നു. ഈ കോപത്തിന്റെ വേരിനെ വേരോടെ പിഴുതു കളയണം. ഇത് നമ്മൾ ജനിക്കാനേ പാടില്ല.
അതുകൊണ്ട് മോശ ഇത് സൗമ്യനായെങ്കിലും ദൈവം തന്നെ പല കാര്യത്തിൽ ഏൽപ്പിച്ചെങ്കിലും പിന്നത്തേതിൽ മോശ കോപമുള്ളവനായി മാറി, കോപിഷ്ഠനായി മാറി. ആ കോപം വീണ്ടും തനിക്ക് അതിനെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. മോശയുടെ കോപം വീണ്ടും ശക്തമായി ജ്വലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് മോശയ്ക്ക് പിന്നെ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തു. മന്ന ആവശ്യമില്ലാതെ ശബത്ത് നാളിൽ അതിന്റെ നിയമം ലംഘിച്ചുകൊണ്ട്, അതിന്റെ വ്യവസ്ഥാപിതമായ നടപടി ലംഘിച്ച് ഇസ്രായേൽ മക്കൾ വാരിക്കൂട്ടി ആ മന്ന പെറുക്കിയെടുത്തു വെച്ചു. അതെല്ലാം കൃമിച്ച് നാറി പാളയം മൊത്തം നാറ്റം കൊണ്ട് വല്ലാതായി. ആ വിഷയത്തിൽ മോശ ജനത്തോട് കോപിച്ചു. മോശ ആ വിഷയത്തിൽ ശക്തമായി കോപിച്ചു. കലഹിക്കുന്ന ജനത്തിന്റെ നടുവിൽ കലഹം മാറ്റാൻ മോശ ജനത്തിന്റെ നടുവിൽ അമ്മ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് പാറയെ അടിച്ചിട്ട് പറഞ്ഞത് അവൻ വല്ലാത്ത നിലയിൽ അതിനെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതെ, മോശ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത്. മോശ ഒരിക്കലും നിത്യതയിൽ കാണത്തില്ലെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. മോശയ്ക്ക് കനാൻ നാട് ദൂരെ നിന്ന് മോശയോട് പറഞ്ഞു, കണ്ടോളാൻ പറഞ്ഞു. അത് കാണിച്ചു. മോശയെ ദൈവം തന്നെ അടക്കി. അങ്ങനെയാണ് നമ്മൾ മോശയുടെ ഒടുവിലത്തെ ചരിത്രമാണ്. അതുകൊണ്ട് മോശ നിത്യതയിൽ കാണത്തില്ലെന്നോ മോശയെ സ്വർഗരാജ്യത്തിൽ കാണാൻ കഴിയത്തില്ലെന്നോ ആരും പഠിക്കരുത്, ആരും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യരുത്. മോശയെ തമ്പുരാൻ ശക്തമായി ഉപയോഗിക്കും. ഇതുപോലെ ഒരു ഭക്തനെ അടക്കിയിരിക്കുന്നത് സാക്ഷാൽ ദൈവം തന്നെ മോശയെ അടക്കി എന്നുള്ളത് അത് ഉയർപ്പിന്റെ ഒരു വലിയ സാന്നിധ്യമാണ് നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ മോശയുടെ കാര്യത്തിൽ നമ്മൾ ചിലത് കാര്യം കൂടെ പഠിക്കാനുണ്ട്. നമ്മളെ ദൈവം പഠിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. എന്താണ് 20-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മോശ അവിടെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അടിക്കാനാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 17:6 പാറയെ അടിക്കാനാണ് പറയുന്നത്. മോശ പാറയെ അടിക്കുന്നു. എന്നാൽ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പാറയോട് കൽപ്പിക്കാനാണ് പറയുന്നത്. മോശ കൽപ്പിക്കുന്നതിന് പകരം ദൈവം നിൽക്കുന്ന ആ പാറയിൽ ദൈവം വന്ന് നിൽക്കും. അപ്പോ വന്ന് നിൽക്കുന്ന ഉടനെ നീ പാറയോട് പറയണം, കൽപ്പിക്കണം. കൽപ്പിക്കുന്ന ഉടനെ ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുമെന്ന് വളരെ വ്യക്തമായി ദൈവം മോശയോട് പറഞ്ഞു. അങ്ങനെ മോശയോട് പറഞ്ഞിട്ട് മോശ അത് കേൾക്കാതെ ഈ ജനത്തോട് പറയാണ്. അവന്റെ കോപം നിമിത്തം നമ്മൾ പറയുന്നു, സഹോദരങ്ങളോട് നിസാര എന്ന് പറയരുത്, സഹോദരങ്ങളെ താഴ്ത്തിക്കെട്ടരുത്, ദൈവത്തെ അപമാനിക്കരുത്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി പഠിക്കണം. മോശയുടെ കോപം നിമിത്തം മോശ ജനത്തോട് പറയും, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരാൻ പോവാ. ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ സഹോദരനായ അഹരോനും. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരും. അവിടെ അങ്ങനെയാണ് മോശ പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ആ ജനത്തെ വിളിച്ചത് എങ്ങനെയാണെന്നറിയോ? മത്സരികളെ. ദൈവത്തിന്റെ ജനത്തെ മോശ വിളിച്ചത് മത്സരികളെ എന്നാ. പാടില്ല. ദൈവജനത്തെ അങ്ങനെ വിളിക്കാൻ പാടില്ല, അങ്ങനെ കാണാൻ പാടില്ല, അങ്ങനെ സംബോധന ചെയ്യാനേ പാടില്ല. അതുകൊണ്ട് തന്നെ ആ കോപം നിമിത്തം, അല്ലെങ്കിൽ മോശയുടെ ഉള്ളിൽ നിന്ന് ജനിച്ച ആ അമർഷം, ആ വലിയ ആ ക്രോധം തന്നിൽ ഉണ്ടായപ്പം ആമേൻ പറയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് നോക്കി വളരെ ശക്തമായി പറയാണ്, മത്സരികളെ നിങ്ങൾ കണ്ടു, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്നാ തരും? വെള്ളം തരും. മോശ പറയാ, അവരാണോ കൊടുക്കുന്ന വെള്ളം? ഇത് അവരാണോ കൊടുക്കുന്നേ? ഇത് ദൈവത്താൽ സംഭവിക്കുന്നതല്ലേ? അതുകൊണ്ടാണ് അടുത്ത താഴോട്ടുള്ള വാക്യത്തിൽ ദൈവം പറയുന്നു, മോശെ നീ ഈ ജനത്തിന്റെ മുമ്പിൽ എന്നെ വിശുദ്ധീകരിക്കാഞ്ഞതുകൊണ്ട്.
ദൈവത്തെ ദൈവമായി അവിടെ ചിത്രീകരിക്കാഞ്ഞത് കൊണ്ടും അവിടെ പറയാഞ്ഞത് കൊണ്ടും അതിന്റെ താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് അഹരോന്റെ നിങ്ങൾ ഈ പ്രയാണം സഭയെ ഇവിടം കൊണ്ട് അവസാനിക്കുക. അങ്ങനെയല്ലേ താട്ടൊരു രണ്ട് നിങ്ങൾ ഈ വാക്യം. സഭയെ ഞാൻ ആ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുളി ചെയ്തു. അടുത്തത്. ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. ആ അവിടെ അനന്തരം അഹരോന്റെ കാര്യം. ആ അനന്തരം അനന്തരം മോശ ആ കാദേശിൽ നിന്ന് ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചത്, നിന്റെ സഹോദരനായ അതിനു ഇസ്രായേൽ. മുമ്പ് അതിനു മുമ്പായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ എനിക്ക് ഞാൻ എടുക്കുന്നില്ല അത്. നിങ്ങൾ എടുത്തവരുണ്ടെങ്കിൽ ആ ഭാഗത്ത് കിടപ്പുണ്ട്. എന്നെ ശുദ്ധീകരിക്കാഞ്ഞത് കൊണ്ട് നിങ്ങളെ കൊണ്ടുപോലും അഹരോന്റെ പിന്നെ പ്രയാണകാലം അവിടെ യഹോവ കൊണ്ട്. ആ പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ആ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ ആ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുളി ചെയ്തു. ആ നിന്റെ സഹോദരനായ നിന്റെ ആ, യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ ആ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുളി ചെയ്തു. അങ്ങനെ ചെയ്തു. നോക്കിക്കണം, അവിടെ കൊണ്ട് തന്നെ ദൈവം ഒരു കാര്യത്തിനകത്ത് പറയണം, ഇത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അവിടെ എത്തത്തില്ല. ഇങ്ങനെ പോയാൽ എത്താൻ ഒരു സാധ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ വളരെ ചിന്തനീയമായ കാര്യമാണ്. അവിടുന്ന് തുടങ്ങി നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അഹരോന്റെ നിര്യാണം സംഭവിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. നോക്കണം, ഇവിടെ ഒരു കാര്യം ഉണ്ടായപ്പോൾ അഹരോൻ, തന്റെ സഹോദരനായ അഹരോൻ മരിക്കുന്നു. ചെങ്കടൽ കടന്ന് അപ്പുറം കയറുന്ന ഉടനെ മിരിയാം മരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ വിഷയങ്ങൾ ഞാൻ പിന്നെയും അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ മോശ ദൈവത്തോട് നിരന്തരമായി സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുമേ. ഈ ദൈവത്തോട് മോശ ആരായിരുന്നെന്നും മോശയുടെ കോപം എങ്ങനെ മാറിയെന്നും ഒക്കെ ഉള്ള ദൈവം കണ്ട് അത്ഭുതപ്പെട്ട ചരിത്രമുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 32-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ യഹോവ മോശയോട്, നീ ആ ഇറങ്ങിച്ചെല്ലുക, നീ ആ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ ആ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ ആ അവരോട് നോക്കണം, ദൈവം തമ്പുരാൻ മോശയോട് പറയുടെ, മോശ അന്നേരം ഈ ന്യായപ്രമാണം 10 കൽപ്പന വാങ്ങിക്കാൻ വേണ്ടി മോശയെ ദൈവം സീനായിലേക്ക് വിളിച്ചോണ്ട് പോയി. മോശ ഇറങ്ങി വരാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ താഴെയുള്ള ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. ആരാധിക്കാൻ തുടങ്ങിയ ഉടനെ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം ഈ കൽപ്പനയായിട്ട് നീ താഴോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ താഴ്ത്തു വരികയാണ്. മോശ താഴ്ത്തു വരും. അടുത്ത വാക്യം. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു ആ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ആ ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ ആ ഈ ജനത്തെ നോക്കി അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് ഉം, എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് അവർ ആ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ അവൻ മോശ നോക്കിയേ, ദൈവം ഇവിടെ പറഞ്ഞു. ഞാൻ ഒന്ന് വിശദീകരിച്ചിട്ട് പോവാം. ദൈവം മോശയോട് പറയാണ്, മോശ, നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കി നിന്നെ ഞാൻ മാനിച്ചോളാം. പക്ഷേ ഈ ആരാധിക്കപ്പെട്ട ഈ ജനത്തെ മുഴുവൻ ഞാൻ ഇല്ലാതാക്കും. ഇനി ഇവരെ ഒരു നിമിഷം വെച്ചേക്കുകയില്ല. ദൈവത്തിന്റെ കോപം അത്രമാത്രം ജ്വലിക്കപ്പെട്ടു. കാരണം ദൈവം എഴുതി കൊടുത്തിരിക്കുന്നത്, നീ ദൈവം അല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ലെന്നാ. ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായ നിലയിൽ അതുകൊണ്ട് താഴെ വന്ന് ജനത്തെ വായിച്ച് കേൾപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താൻ അവിടെ പണി ആരംഭിച്ചു.
അതിന് വിരോധമായി അവിടെ ഉയർന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു ഇവര് വെച്ചേക്കുകയെന്ന് പറഞ്ഞു. ഈ ദൈവത്തിന്റെ ക്ഷിപ്രകോപത്തെ ക്ഷണത്തിൽ, നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു, അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. ദൈവത്തിന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അപ്പോ അങ്ങനെയുള്ള ദൈവത്തിന്റെ ആ കോപത്തെ പിടിച്ച് മാറ്റിയത് മുഴുവൻ മോശയാണ്. നമ്മൾ നാട്ട് വായിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അങ്ങനെ ഒന്നും ചെയ്യല്ല, അങ്ങനെ കോപിക്കല്ല, അങ്ങനെ കോപിച്ചിരുന്നെങ്കിൽ എന്തിനാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന്, നീ അവരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തുകയല്ലേ, ഇതിനായിരുന്നോ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചു. മോശ ദൈവമായിട്ട് വളരെ കൃത്യമായി നല്ല ഒരു സംഭാഷണമാണ് അവിടെ നടത്തുന്നത്. ആ സംഭാഷണത്തിൽ ദൈവം തമ്പുരാൻ മോശ പറഞ്ഞ വാക്കുകൾ അച്ചട്ടായിട്ട് കേട്ടെന്നുള്ളതാണ്. നിങ്ങൾ ആ വാക്യങ്ങളെല്ലാം താഴ്ത്തു വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയേ. അച്ചട്ടായിട്ട് കേട്ടു മോശയുടെ. അപ്പൊ ദൈവവും മോശയിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോശയിൽ വരേണ്ട മാറ്റങ്ങൾ, അവൻ മിസ്രൈമിൽ അവിടെ ആയിരുന്നപ്പോൾ, ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നാണ്. ക്ഷിപ്രകോപിയാണ്. ആ കോപത്തിന് അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ച് 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 വലിയ മാറ്റം വന്നെങ്കിലും ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച ജനത്തോട് അല്പമായി കോപിച്ചെങ്കിലും അതിന് പരിഹാരമുള്ള വിഷയമാണ്. അത് ജനം നിമിത്തം മോശയ്ക്ക് കോപിക്കേണ്ടി വന്നതാണ്. ഇവിടെ പിന്നെയും ദൈവം ഈ കലക ജലത്തിന്റെ അടുത്ത് വന്നപ്പോഴും, ഈ ദൈവത്തോട് ഈ ന്യായപ്രമാണത്തിന്റെ പിന്നിൽ വന്നപ്പോഴും ഈ ദൈവം ഇവരോട് കോപിക്കുന്ന കണ്ടപ്പോൾ മോശ ദൈവത്തെ ഒരു പരിധി വരെ വരുത്താമെന്ന് പറഞ്ഞ അനർത്ഥങ്ങളൊന്നും വരുത്താതെ ദൈവത്തിന് അനുതപിക്കത്തക്ക നിലയിൽ ദൈവത്തെ ഒരു പരിധി വരെ പിടിച്ച് നിർത്തി മോശ. അത്രമാത്രം സൗമ്യതയിലേക്ക് മോശ വന്ന ആളാണ്. പിന്നത്തേതിൽ മോശ വീണ്ടും ഈ കലകജലത്തിന്റെ നടുവിലാണ് മോശയുടെ ഇതെല്ലാം മാറി മോശ കോപിക്കുന്നതും ജനത്തെ മത്സരികളെ എന്ന് വിളിക്കുന്നതും ദൈവത്തെ വിശുദ്ധീകരിക്കാൻ കഴിയാതെ ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരുമെന്നും നിങ്ങൾ കണ്ടോളാൻ എന്നൊക്കെ പറഞ്ഞുള്ള വെല്ലുവിളിയുടെ രൂപേണ മോശ ചില പദങ്ങളെല്ലാം അവിടെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നിമിത്തം ദൈവത്തിനും വല്ലാത്ത ഒരു നിലവാരത്തിലേക്ക് എത്തപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ കോപം മോശയിൽ വരുത്തി വെച്ച വിന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിനയാണ്. നമ്മൾ അതുകൊണ്ട് കോപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യം വളരെ പ്രാധാന്യമാണ്. നമ്മുടെ പ്രായോഗിക തലത്തിൽ ഒരു കാരണവശാലും നമ്മൾ ആരോടും കോപിക്കാൻ പാടില്ല. ആമേൻ. അങ്ങനെ കോപിച്ചാൽ ദൈവത്തിന്റെ നീതി നമ്മളിൽ ഇല്ലാതെ പോകും. ഇനി നമുക്ക് കോപം ഉണ്ടാകത്തക്ക നിലയിൽ സമൂഹം നമ്മളോട് ഇടപെടും, പക്ഷെ നമ്മൾ കോപിക്കരുത്. സദൃശവാക്യക്കാരൻ വളരെ ശക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഏഷണി വാക്ക് കോപത്തെ ജനിപ്പിക്കുമെന്നാണ്. ഏഷണി വാക്ക്, സദൃശവാക്യം 25:23 അതിലാണ് നമ്മൾ പറയുന്നത്. ഏഷണി വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത, നമ്മൾ അറിയാത്ത, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്തി ഏഷണിയായി അത് പറഞ്ഞ് പരുത്തുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് കോപം. അത് കോപം നമ്മളെ ജനിപ്പിക്കും, കോപം ഉണ്ടാക്കും. പക്ഷെ ശ്രദ്ധിച്ചോണം, കോപം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കോപം നമ്മളിൽ ഉണ്ടായാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, വഴക്കുണ്ടാക്കും. കോപമുണ്ടോ അവിടെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 29-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, സദൃശവാക്യം 29-22. 22-ന്റെ 24-ാം വാക്യം, കോപശീലൻ, ചിലർ കോപുകള, ഒരിക്കലും ഈ കോപത്തിൽ നിന്ന് അയാൾ മാനസാന്തരപ്പെടുകയല്ല. ചിലർ നമ്മൾ പറയത്തില്ലേ, ഇവനെ വെള്ളത്തിൽ കൂടെ ഒക്കത്തില്ല, കരയിൽ കൂടെ ഒക്കത്തില്ല, സ്നേഹിക്കാനും ഒക്കത്തില്ല, പിണങ്ങാനും ഒക്കത്തില്ല. അങ്ങനെ ഒരു കാരണവശാലും ഒരു തരത്തിലും അടുപ്പിച്ചോണ്ട് പോകാൻ പറ്റാത്ത നിരവധി ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്നത് കോപശീലനാ. അങ്ങനെ അവന് അത് മാറത്തില്ല, അവൻ അത് ശീലിച്ചിരിക്കുക, കോപം ശീലിച്ചവനാ. അങ്ങനെയുള്ളവനോട് ദൈവവചനം പറയുന്നത് എന്നാന്നറിയോ? അങ്ങനെയുള്ളവരുമായിട്ട് ഒരു കാരണവശാലും ചങ്ങാത്തം കൂടാൻ പോകരുത്, സഹിത്വം ഉണ്ടാക്കാൻ പോകരുത്, കൂട്ടുകൂടരുത്.
കൂട്ടുകൂടിയാൽ നിന്റെ കാര്യത്തിലും അധോഗതിയാകും. ഇതൊരു വ്യാപരിക്കുന്ന രോഗം പോലെ നിനക്കും വരും. നീയും നിന്റെ ജീവനും പോവും, നിത്യതയും പോവും. അതുകൊണ്ട് സദൃശവാക്യക്കാരനായ ശലോമോൻ പറയുന്നത്, കോപശീലനോട് സഹിത്തം സഹിത്തം അരുത്. അരുത്. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, കഠിന വാക്ക് കോപത്തെ ഉണ്ടാക്കുമെന്നാണ്. കഠിന വാക്ക്. ഹല്ലേലൂയ. എന്നാൽ ഇതെല്ലാം നോക്കണേ, ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കോപം പ്രകൃതിയാൽ നമുക്ക് കോപം ഉണ്ടായിരുന്നു, കൃപയാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ അത് മാറി. തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ, പുരുഷന്മാർ കോപികളാണ്. സ്വതമേ പുരുഷന്മാർ പെട്ടെന്ന് കോപികളാകും. എന്നാൽ ദൈവവചനം പറഞ്ഞ, പുരുഷന്മാർ എല്ലായിടത്തും കോപവും ക്രോധവും വിട്ട് ദൈവകൃപയിലേക്ക് മടങ്ങി വരണമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, കോപം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. കോപിച്ചാൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോപത്തിന് ശമനം വരുത്തണം. ആരോട് കോപിച്ചോ അവനുമായി നിരക്കണം. ഇതൊക്കെ പ്രായോഗിക തലത്തിൽ നമ്മൾ ശീലിക്കേണ്ടതും കൊണ്ടുവരേണ്ടതും ദൈവവചനവുമായിട്ട് നമ്മൾ പഠിക്കും തിട്ടപ്പെടുത്തിയും നമ്മൾ ജീവിക്കേണ്ടതുമായ കാര്യമാണ്. ഇതല്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടപ്പെടും. സ്തോത്രം. അതുകൊണ്ട് കോപം മനുഷ്യനെ ന്യായവിധി സ്ഥലത്ത് നിർത്തും. കോപം കൊണ്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ കണക്ക് പറയേണ്ടി വരും. കോപം നമ്മളെ വല്ലാത്ത നിലയിലെത്തിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ സഹോദരങ്ങളോട് നമ്മൾ കോപിക്കരുത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സമയം കഴിഞ്ഞല്ലോ. ആമേൻ. വാക്കുകളെ ചുരുക്കി പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട തിരുവെഴുത്തിന്റെ മുമ്പാകെ നമ്മളൊന്ന് സ്വയം നോക്കുകയും, പലപ്പോഴും നമ്മൾ മത്സരിക്കുന്നത് പോലെ, നമ്മൾ മറുതലിക്കുന്നത് പോലെ, ദൈവത്തോടാണോ ദൈവവചനത്തോടാണോ എന്ന് നമുക്കറിയത്തില്ല. പെട്ടെന്ന് നമ്മളിൽ ഉണ്ടാകുന്ന ചില വിഷയത്തിന്റെ മുന്നിൽ നാം അറിയാതെ കോപിഷ്ഠരായി മാറുന്നു. നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബോഡിയുടെ സെറ്റപ്പ് അനുസരിച്ച്, അതിൻ്റെ മെയിൻ്റെനൻസ് അനുസരിച്ച് നമുക്കത് സംഭവികമാകുകയാണ്. എന്നാൽ അതിനെ അതിജീവിക്കാൻ ധന്യനായ പൗലോസ് പറഞ്ഞു, ആമേൻ, സകല ഉയർച്ചകളെ പിടിച്ചടക്കാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ മേൽ തന്ന്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ജഡത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഇതുപോലെയുള്ള അഭിലാഷങ്ങളെ പിടിച്ച് അതെ അടക്കി അതിൽ നിന്ന് രക്ഷ നേടുന്നതിനും കൂടെയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു എങ്കിൽ, നാം അതിൽ ജീവിക്കുന്നുവെങ്കിൽ, ഈ ജഡത്തിൻ്റെ അഭിലാഷങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകത്തില്ല. ആത്മാവിൻ്റെ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മുടെ ജഡത്തിൽ നിന്ന് പുറപ്പെടാതിരിക്കാൻ നാം കൃപയിൽ നിൽപ്പാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് ഇത്രയും സമയം നമുക്ക് ദൈവവചനം കേൾപ്പാനിടയായി പ്രായോഗിക തലത്തിൽ നമ്മളിൽ സ്വാഭാവികമായി വരുന്ന ചില മാറ്റങ്ങളെ വരുത്തണം എന്നുള്ളത് പരിശുദ്ധാത്മാവും കർത്താവും നമ്മളോട് പറഞ്ഞതിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കേൾക്കപ്പെട്ട തിരുവെഴുത്തിന്റെ മുമ്പാകെ നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രിയ കുര്യാച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും.